സാധാരണ അമേരിക്കയാണ് എല്ലാ രാജ്യത്തെയും ഭീഷണിപ്പെടുത്താറുള്ളത്. അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്ന 2 രാജ്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന് റഷ്യയാണ്, പിന്നെ ഒന്ന് ഉത്തര കൊറിയയാണ്. ഇപ്പോഴിതാ ചൈന കൃത്യമായ ഒരു ഭീഷണി അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. എന്താണതെന്ന് നോക്കാം. അതായത് ഈ തായ്വാനുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പാശ്ചാത്യ ശക്തികൾ അവിടെ ഇടപെട്ടാൽ ചൈന ആണവായുധങ്ങൾ ഉയർത്തുമെന്നാണ് ഇപ്പോൾ ഭീഷണി കൊടുത്തിരിക്കുന്നത്. ചൈന ആണവ ബ്ലാക്ക് മെയിലിംഗ് ആരംഭിച്ചു എന്ന തരത്തിലാണ് അമേരിക്കയുടെ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈനിലെ യുദ്ധത്തെക്കുറിച്ചുള്ള റഷ്യയുടെ മുന്നറിയിപ്പിൻ്റെ ഓർമ്മകൾ ഇത് തിരികെ കൊണ്ടുവരുന്നു. സെപ്റ്റംബർ 3 ടിയാൻമെൻ സ്ക്വയറിൽ നടന്ന സൈനിക പരേഡിൽ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള 3 മിസൈലുകൾ ചൈന പ്രദർശിപ്പിച്ചതായി CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്ന് വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള JL-1, 2 അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ JL-3, 3 ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് വിക്ഷേപിക്കാവുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായിട്ടുള്ള DF-61. ഈ 3 ആണവ പോർമുനകളാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ ചൈന തിരിച്ചു വച്ചിരിക്കുന്നത്. മിസൈൽ ട്രയാഡ് അവതരിപ്പിച്ച ചൈനയുടെ ഈ ശക്തി പ്രകടനം ജനാധിപത്യ രാജ്യങ്ങളിൽ ആശങ്കയുടെ ഒരു തരംഗത്തിന് കാരണമാകുന്നുവെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. മുമ്പ് ചൈനയ്ക്ക് ആകാശത്ത് നിന്ന് ആക്രമിക്കാൻ കഴിയുന്ന ICBMകൾ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ കൈവശം അത്തരം മിസൈലുകൾ ഉണ്ടെന്ന് CNN പറയുന്നു. ഇത് സംബന്ധിച്ച് MIT, അതായത് മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രധാന ഗവേഷകനായിട്ടുള്ള എറിക് ഹാഗിംഗ് ബോത്തം പറയുന്നത് ഇതിനു പുറമെ ചൈനയുടെ പക്കൽ DF-26 പോലുള്ള തന്ത്രപ്രധാന മിസൈലുകളും ഉണ്ട് എന്നുള്ളതാണ്. അമേരിക്ക ആണവായുധങ്ങൾ ഉപയോഗിച്ചാൽ ചൈനയ്ക്ക് അവയിലൂടെ തിരിച്ചടിക്കാൻ കഴിയും. ഇത് അമേരിക്കയുടെ മൊത്തത്തിലുള്ള സ്ട്രൈക്ക് പവറിൽ ഒരു തകർച്ചയ്ക്ക് കാരണമാകും. അതുവഴി അതിൻ്റെ വ്യാപകമായിട്ടുള്ള ആധിപത്യം ഉണ്ടാകും. പോരാത്തതിന് ചൈനയെ നേരിടാൻ അമേരിക്ക പൂർണ്ണമായും ഇനിയും സജ്ജമാകേണ്ടിയിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പോലും പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.